ഗായ്സ്, ഇന്ന് ഓണമൊക്കെ അല്ലേ? ഇന്നല്ല, നാളെയാണല്ലോ ഓണം. ആക്ച്വലി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് രാത്രിയിൽ നിന്ന് മാത്രം. അപ്പം ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഓണം സ്പെഷ്യൽ ഐസ്ക്രീം ആയല്ലോ. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും, ഈ പെണ്ണെന്തോ ഓണം സ്പെഷ്യലായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ? ഇതവായി ഞാൻ ഈ പരീക്ഷണം നടത്തുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തനിപ്പാല് പോലും മാറി നിൽക്കും. ഞാൻ കുറേ പ്രാവശ്യം ഐസ്ക്രീം ഉണ്ടാക്കണതിൻ്റെ പേരും പറഞ്ഞ് പാല് അമ്മേനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. പാല് കൊടുക്കാം, ഡേറ്റ് തീരാറായപ്പോൾ ചീത്താവേണ്ട വന്നു, അതുകൊണ്ട് പാൽപ്പൊടി വാങ്ങിത്തന്നു അമ്മ. അത് വേറൊരു കാര്യം. അങ്ങനെ പിസ്തയുടെ ഫ്ലേവറാണ് കേട്ടോ ഞാനിവിടെ ഐസ്ക്രീമിന് യൂസ് ചെയ്യുന്ന. മണമൊക്കെ ഓക്കെ, ഏകദേശം കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നമ്മുടെ വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഇച്ചിരി പരിഷ്കാരം കാണിച്ചാണ്, നിങ്ങൾക്ക് സ്പൂൺ കൊണ്ടായാലും ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഞാനിവിടെ ചോറ്റും പാത്രം ഉണ്ട് എടുക്കുന്നത്. ഇങ്ങനത്തെ ടൈപ്പുള്ളൊരു ചോറ്റും പാത്രമാണ്. കാരണം വെച്ചാൽ ഫ്രിഡ്ജിലെ ഫ്രീസർ ചെറുതായതുകൊണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് വെക്കേണ്ടത്, എന്നിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ് ചൂടാറിയതിന് ശേഷം നമ്മളൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയതിന് ശേഷം ഫ്രീസർ തുറക്കാം. ഇപ്പോൾ കാലുകൊണ്ടൊക്കെയാണ് തുറക്കുന്നത്. അങ്ങനെ ഡേ 2 എടുത്തു ഫ്രീസായി വരാനായിട്ട്. ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറഞ്ഞ പോലെ 3 ദിവസം എടുക്കേണ്ടി വന്നു എനിക്ക്. ആദ്യം അത് പ്രിപ്പയർ ചെയ്യാൻ, പിന്നെ അത് ഐസായതിന് ശേഷം വീണ്ടും അടിച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കി നിങ്ങൾ ഇതിൽ തന്നെ കണ്ടോളൂ. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഈ സംഭവം ഒന്നും കൂടി അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോഴാ ഒരു തിക്ക് പേസ്റ്റ് വരുള്ളൂ. അങ്ങനെയാണ് ആ ഇൻസ്ട്രക്ഷനിൽ ഞാൻ വായിച്ചത്. കണ്ടല്ലോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്കിത് വീണ്ടും ഒഴിച്ച പാത്രത്തിൽ തന്നെ രണ്ടാമത് വീണ്ടും ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. അപ്പോൾ ഇനിയാണ് നമ്മുടെ ടേസ്റ്റിംഗ് ടൈം. ഡേ 3 ആയപ്പോഴാണ് കേട്ടോ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം വെച്ചാൽ ഇതൊക്കെ പ്രിപ്പയർ ആയി വരാൻ നല്ല രസമുണ്ട്, നല്ല സ്മെല്ലും. അപ്പോൾ ഐസ്ക്രീം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോവാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ബൈ.